അവനെ കാണാൻ പറ്റണേ? പ്ലീസ്. ഞാനിവിടുന്ന് പോകുമ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ കാര്യം വരുമ്പോഴൊക്കെ ഇങ്ങനെയാ. എൻ്റെ മഹാദേവ, എനിക്കെന്നെ പരീക്ഷിച്ച് മതിയായില്ലേ? ആയിക്കോട്ടെ. പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഞാൻ ഇറങ്ങാണേ. പോവാ. വാ. അവിടെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. നിങ്ങളിങ്ങനെ വേഗം വാ. കുറച്ചുകൂടി കഴിഞ്ഞ് ഇതിനും തിരക്കായിരിക്കും. അത് മാത്രമല്ല, റോഡ് മൊത്തം ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കും. പിന്നെ ശിവരാത്രി ആയതുകൊണ്ട് പറയേ വേണ്ട. വാ. ഐസ്ക്രീം കടയുണ്ട്, നമുക്ക് ഐസ്ക്രീം വാങ്ങാട്ടോ. ഓണത്തിന്റെ ഇടയ്ക്ക് അവിടെ പുട്ട് വെച്ചോടും. എന്തായി മോനെ, അവിടെ കണ്ടാ? ഇല്ലടാ, ഞാൻ കണ്ടില്ല. ചിലപ്പോ കേറി പോയിട്ടുണ്ടാവും, തിരക്കല്ലേ. ഇനി ചിലപ്പോ അവിടെ പോയിട്ടുണ്ടാവോ? വിളിക്കാന്ന് വെച്ചാ അമ്മയുടെ കയ്യിലല്ലേ ഫോൺ, എങ്ങനെ അറിയാ? എന്റെ പെണ്ണെ, നീ എവിടെയാ? അനന്ത, അതല്ലേ? അഞ്ചു വരുന്നുണ്ടോ? ഈ അമ്മേനെ കൊണ്ട്. ഓ, വേഗം വാ. എടാ, നിന്റെ വിഷമം കാണുമ്പോ അവളെ പിടിച്ചിരുത്തി സംസാരിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ തല്ലുള്ള വൈടാ. അല്ല, ഇന്ന് ഞാൻ ആരെ കാണാൻ വേണ്ടി വന്നേ? കൂടെ തന്നെ കുറ്റടിച്ചിരിക്കാതെ കൂടെ ഇറങ്ങി വന്നൂടെ? ഒന്നാതെ കാണാനും പറ്റിയില്ല. ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാ എന്തൊക്കെ പറ്റാ? എന്നിട്ട് വേണേ തിരിച്ചു കയറി പോവാനോ? അല്ലേ ഞാൻ ഇവിടെ പറയട്ടെ എന്താ കാണിക്കാന്? നമുക്ക് എന്തെങ്കിലും വാങ്ങാം, എന്നിട്ട് പോവാനൊക്കെ പറഞ്ഞേ. കൊള്ളാലോ. ചേട്ടാ ചേട്ടാ, ഇത് എത്രയാ? അതോ 350. ഇതിനോ 350? അച്ഛാ ഇത് നോക്കി, നല്ലല്ലേ? പക്ഷെ 350 രൂപയാണ്. നിനക്ക് എന്തിനാടി അതൊക്കെ? പാവ വെച്ച് കളിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എനിക്ക് വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാ. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ 350 രൂപയ്ക്കൊന്നും ഇല്ലാതെ. ഇത്രയും പൈസ ഉണ്ടായിരുന്നെ വേറെ എന്തെല്ലാം സാധനം വാങ്ങാം. 350 രൂപ. അയ്യടാ, എന്നെ ഈ മാതിരിട്ട് ഓടിച്ചിട്ട് നോക്കുന്നുണ്ടില്ലേ? എന്തെങ്കിലും എൻ്റെ കൈ കിട്ടും മോളെ, അന്നേരം ഞാൻ കാണിച്ചു തരാട്ടോടി. എനിക്ക് നിന്റെ അടുത്ത് വന്ന് മിണ്ടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ വേറെ വഴിയില്ലാത്തോണ്ട് ചേട്ടാ, സോറി. പെട്ടെന്ന് ആയിക്കോട്ടെ. അച്ഛനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന എനിക്ക് പോകണ്ടെന്നു. പക്ഷെ എങ്ങനെയും കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കണം. അത്ര നേരം കൂടി എനിക്ക് അവനെ കാണാനോ.
എടി മാളു, നിനക്ക് എന്താ വേണ്ടേ? വേഗം മേടിക്കേ, പോണ്ടേ നമുക്ക്. ആ മാളുവിന് കോമളയാണോ വേണ്ടേ? അത് ഇവിടെ ഇല്ല, അപ്പറയാ. വാ. കോമള എന്നാ അതും കൂടി വേഗം ചെന്ന് മേടിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് പോവാം. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ആനന്ദനെ കൊണ്ട് പോവാൻ സമയം എവിടെയാ പോയിരുന്നാവോ? അമ്പട കള്ളം. അപ്പൊ ഇതാണല്ലേ പരിപാടി. ഞാൻ എന്നെ കാണാൻ വന്നേണോ അത് ഐസ്ക്രീം കഴിക്കാൻ വന്നേണോ? ഈയടെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടില്ലേ? അഞ്ചു, നീ വരുന്നുണ്ടോ? ഹലോ, ഹലോ ചേച്ചി, 2 മണിയായി, ഉറക്കമൊന്നുമില്ലേ? ഇവിടെ ചിലര് വിളിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ന് ഉറങ്ങണ്ടല്ലോ എന്നങ്ങ് ഓർത്തു. ഓ അങ്ങനെ. അതെ, ഇന്ന് നിന്നെ പട്ടവളിയിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വേറെ ആരുമില്ലായിരുന്നെങ്കിൽ കൂടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മന്നേന്. അയ്യടാ, ചെക്കന്റെ മനസ്സിലിരിപ്പൊക്കെ. പിന്നല്ലാതെ എന്റെ പെങ്കൊച്ചവിടെ നിൽക്കുമ്പോ ഞാൻ വേറെ ആരെ കെട്ടിപ്പിടിച്ച് കൊടുക്കാനാ? അത് തെറ്റല്ലേ? ആഹാ, അങ്ങനെ വേണ്ടായ ഒന്നുകൂടി നീ എന്റെയാ, എന്റെ മാത്രം. എന്ന് ആര് പറഞ്ഞേ? എന്റെ അമ്മയുടെ കൊച്ച, നിന്റെ ഒന്നുമല്ല. അതൊക്കെ ശരിയാ, എന്നാലും നീ എന്റെയാ, എന്റെ മാത്രം അനന്തര എന്റെ. ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല, ചിലവരിവിടെ അമ്പലത്തിൽ വരില്ലാന്നോ അച്ഛൻ കൊണ്ടാക്കില്ലാന്നോ അങ്ങനെ എന്തൊക്കെയോ പറയണ കേട്ട്. അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞിട്ടാണാവോ അച്ഛൻ കൊണ്ടുവന്നേ? അങ്ങനെയൊക്കെ ചോദിച്ചാ അത് തികച്ചും സമാധാനപരമായിരുന്നു. എന്റെ ഇടപെടലുകൾ തികച്ചും സമാധാനപരം മാത്രമായിരുന്നു. എനിക്ക് അമ്പലത്തിൽ പോണം. ഞാൻ ഇറങ്ങി പോയിക്കേ, അനിയ തന്നെ പ്രാന്തെടുത്തിരിക്ക. മാളൊന്ന് വെച്ച് തന്നാണ്ടല്ലോ. എന്തോ അവിടെ? അമ്പലത്തിൽ പോണെന്ന് ആന്റി എന്ന് അച്ഛനോട് പറ, അമ്പലത്തിൽ കൊണ്ടാക്കാൻ. എടി ഞാൻ പറഞ്ഞു, അവൻ കേക്കണ്ടേ? നമുക്ക് പിന്നെ ഒരു സംഭവം. ആന്റി എന്നെ വർത്താനീ പറയണേ. ഇന്നല്ലേ ശിവരാത്രി, എനിക്ക് അവിടുത്തെ ലൈറ്റ് വർക്ക് കാണണം. അത് കാണാൻ ഞാൻ പോണേ. ആ നിനക്ക് ലൈറ്റ് വർക്കല്ലേ കണ്ടേ? അതിറങ്ങി നേരെ നോക്കി ട്യൂബ് ലൈറ്റ് കാണാം, അതും ലൈറ്റ് വർക്കാടി. ലൈറ്റ് വർക്ക് ഇതൊക്കെ ഓരോരോ ഈശ്വരൻ ഞാൻ ഈ പറയുന്നേ. എന്നിട്ടെന്താ, അച്ഛനെ വിളിച്ചു. എന്തിന്? ഞാൻ പറഞ്ഞു അവിടെ തിരക്കാന്ന്, ഇന്നൊന്നും പോകാൻ പറ്റില്ല. മോക്ക് ലൈറ്റ് വർക്ക് കാണണമെന്ന്. ലൈറ്റ് വർക്കാ? ആ വീട്ടിൽ ഇഷ്ടംപോലെ ലൈറ്റുകളുള്ളേ, ഇട്ട് കാണിച്ചു കൊടുക്കും. ആ ചിരിച്ചോ. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് അങ്ങോട്ട് വന്നേ. ഇത് വല്ലതും നിനക്കറിയണം. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിളൊക്കെ ചെയ്ത് വന്നിട്ട് ഒരു ഫ്ലൈയിങ് കിസ് ഒന്നും നീ തന്നേനാട്ടോ. അമ്പലത്തിൽ വെച്ചാ? ശരി, എന്നാ ഇപ്പത്താ. അതോ? ഇല്ലല്ല, ഞാൻ തരാം. ഒന്നും ശരിയാവില്ല. എടി, ഞാനൊരു ഉമ്മയാടി ചോദിച്ചോളൂ, അത് തന്നൂടെ? അതൊക്കെ തെറ്റാണെന്താ? കല്യാണത്തിന് മുമ്പ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ തെറ്റാ. ഇല്ലല്ല, ഞാൻ തരാം. കളിക്കില്ല കേട്ടോ, ഒരൊറ്റ തവണ മതി. വേണ്ട. എന്തി ഉമ്മ വെച്ച പിള്ളേരുണ്ടാവുന്ന മേടിച്ചിട്ടാണോ? എന്ത് മടിക്ക് താവണ്ണ. അപ്പൊ നീ തരത്തില്ല? ഓർപ്പിച്ചോ? ഓർപ്പിച്ചു. ഓക്കെ, ആയിക്കോട്ടെ. കട്ട് ചെയ്തോ? എന്താണാവോ? അത് പിന്നെ ഞാൻ തരാം. ഓ വേണമെന്നില്ല. ഞാൻ തരാന്ന് പറഞ്ഞേ.
ചേടാ എന്നതാ? അയ്യോടാ, പഴങ്ങനി കുടിച്ചിട്ട് തന്ന പോലെ ഉണ്ട്. ഓ, എനിക്ക് ഇങ്ങനൊക്കെ തരാനറിയും. വേണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു തന്നേരെ. ഓ സൈക്കോളജിക്കൽ മൂവ്. എന്തിനാടി വളഞ്ഞ മൂക്ക് പിടിക്കുന്നേ? നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാ പോരെ, അത് തരത്തില്ലേ? എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അല്ല, നിനക്ക് വേണമെങ്കിൽ തന്നോ, കുഴപ്പമില്ല. എന്തോ? എങ്ങനെ? അല്ല, നിനക്ക് വേണമെങ്കിൽ തന്നോന്ന്. ഹലോ, സോറി, കുറച്ച് ലേറ്റ്. എന്നിട്ട് ഒരുപാട് നേരമായോ? അതെന്നാന്നോ, ഇത് ക്ലാസ് കഴിഞ്ഞില്ലെന്നേ. അതാ. എന്തൊന്നും മിണ്ടാത്തെ? പോത്തെ, ഇത് ഏത് ലോകത്താ? അനന്തലോകത്തിലായിരിക്കും. എവിടെ നിന്ന് ഫ്രീ ആയിരുന്നെങ്കിൽ. ആ മിസ് വന്നിട്ടില്ല, നമുക്ക് എവർ ഫ്രീയാ. ശരി എന്നാ. എടാ നീ ഇതങ്ങോട്ട് അവളെ കാണാൻ. നിക്കടാ, ഞാനും വരാം. സാറാ, ഞാൻ പോവാ, നിൽക്കാൻ സമയമില്ല. അപ്പൊ നിങ്ങക്ക് ആവശ്യം വന്നാൽ ഓടാനൊക്കെ അറിയാലേ? ആവശ്യം എത്തിയപ്പോല്ലേ, ഓടിയല്ലേ പറ്റുമോ? വരേണ്ട സമയമായാലും. എടാ അളിയാ, അവള് വരൂലേടാ? പോയിട്ടുണ്ടാവൂലായിരിക്കൂലേ? ഇതൊക്കെ ഞാൻ അങ്ങോട്ടാ ചോദിക്കണ്ടേ. വരേണ്ടതാണ്. വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ലേ അല്ല. അതെ വന്നുണ്ട്. അതെ, എന്താ ഉദ്ദേശം? ഇവിടെ നിന്ന് കണ്ണും നോക്കാനാണ് വന്നത്. ചെന്ന് മിണ്ടറ. അല്ല, അച്ഛനെന്നെ വിളിക്കാൻ വരില്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലേ നടന്നു വന്നോളാന്ന്. നാളെ തൊട്ട് നടന്നു വന്നു. ഇന്ന് മഴക്കാറ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ. എന്നെ അങ്ങ് കൊല്ല്. മോനെ അനന്ത, നീ എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഇത്രയും ടൈമിങ്ങുള്ള ഒരു അമ്മായിച്ചനെ നിനക്ക് കിട്ടിയത്? അഭിമാനിക്കുമേ പട്ടി. നിന്റെ അച്ഛന് വല്ല സിറ്റിസൺസും ഉണ്ടോ? ഞാൻ വന്ന ദിവസം നോക്കി തന്നെ നിന്നെ വിളിച്ചോണ്ടോ? എന്റെ അമ്മായിച്ചനെ പോയി അല്ലെങ്കിൽ കണ്ടല്ലോ
അനന്ത വേണ്ട കേട്ടോ. ഓ സോറി, ഡാഡി പ്രിൻസസ് ഉണർന്നല്ല. പോടാ. അതെ, നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? സെയിം സ്പോട്ട് സെയിം ടൈം. എന്നിട്ട് നിന്റെ അച്ഛൻ വന്ന് പിക്ക് ചെയ്യാനാ? നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ അങ്ങ് ടാറ്റിൽ നിന്ന് പോവും. ഞാനും എൻ്റെ ഫ്രണ്ടും വെയിലത്ത് നിന്ന് കരയണം അല്ലേ? ഇല്ലാത്ത പൈസയും കൊടുത്ത് പെട്രോൾ അടിച്ച് വരുമ്പോ അവളങ്ങ് പോവാ. ഇനി ഞാൻ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിക്കണേ. ആനന്ദോയി എന്ത്? ഒന്ന് വായോ. എന്റെ പട്ടി വരും. അതിന് നിനക്ക് പറ്റിയില്ലല്ലോ. അയ്യടാ തമാശ. നിനക്ക് ആകെപ്പാടെ ഒരേ ഒരു ലവറല്ലേടെ ഉള്ളൂ. ആ ലവറല്ലേടാ വിളിക്കുന്നേ. വായോ. പറപ്പിച്ച് കഴിഞ്ഞാ? കഴിഞ്ഞ്. ആ എന്നാ ഇനി അധികം പതിപ്പിച്ച് കൂട്ടി. വരാം. പറഞ്ഞല്ലോണമെണ്ടല്ലോ, നാളെ കൃത്യം നാളായിരിക്കും. ഓക്കെ ഓക്കെ ഇടണ്ടേ. നാളെ നമ്മൾ എന്തൊക്കെ വന്നാലും കണ്ടിരിക്കും. സംസ്ഥാനം സമ്പൂർണ്ണമായ ലോക്ക്ഡൌണിലേക്ക് പോകുന്നു. ഇപ്പോഴത്തെ കോവിഡ് വ്യാപന സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് തീരുമാനം എത്തുന്നത്. ആനന്ദോയി, നീ അറിഞ്ഞ ലോക്ക്ഡൌൺ? യോഗല്ല അമ്മേ, ആ പായങ്ങ് നടക്കുക. അഞ്ചോ അപ്പൊ എങ്ങനെ തുടങ്ങാല്ലേ? അവളെവിടെ എന്താ മുടി അടിച്ചിട്ട് ചെയ്യുന്നേ? കണ്ടുപിടിച്ചിട്ടുള്ളൂല്ലോ. സ്റ്റോൺ പേപ്പർ സീസർ. സ്റ്റോൺ പേപ്പർ സീസർ. അപ്പൊ വീണ്ടും ഞാൻ ജയിച്ചു. ഇല്ലല്ല, ഞാൻ സമ്മതിക്കില്ല. ഒരു റൗണ്ട് കൂടി. കഴിഞ്ഞ 2 റൗണ്ടിന് ഇത് തന്നെ പറയാം, അതുകൊണ്ട് പറ്റില്ല. ഇല്ല, ഇത് ഉറപ്പാ. ഇല്ല, അസത്യം. ഓക്കെ, ഇത് തോറ്റു ഞാൻ പറയണ എന്തായാലും ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. തോറ്റു. ശരി, ടാസ്ക് പറഞ്ഞു. കിസ് മീ. അക്ക, ഞാൻ എല്ലാം കണ്ടുപിടി. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? എനിക്കതൊന്നും ഇഷ്ടമല്ല. കേട്ടല്ലോ, ഇനി ഞാൻ ചെയ്യരുത്. അമ്പടി, നീ എണീച്ചാ? നീ ഇപ്പൊ കിടത്തിയില്ലേയുള്ളൂ. ആ ചെക്കൻ കിടന്ന് ഉറങ്ങാനുണ്ടോ? അതുപോലെ നിനക്ക് ഉറങ്ങി എന്താ? വാവേ എന്താ? അവിടെ അങ്ങനെയൊക്കെ പറയും. നീ ഉറങ്ങൊന്നും വേണ്ട. അതാരാ വാവേ? ചേട്ടനാണോ? ആണോ? ചേട്ടാന്ന് വിളിച്ചേ. വിളിക്കടി. ചേട്ടൻ തുടങ്ങി. അവളങ്ങ് വിളിക്കില്ലാത്ത കുശുമ്പി പാറു. ആ കൊച്ചിനെ കുറച്ച് സമാധാനം കൊടുക്കടി. 2 ആഴ്ച ഞാൻ പറയുന്ന നീ സമാധാനത്തോടെ കേൾക്കണം, ദേഷ്യപ്പെടരുത്. എന്താടാ, നീ കാര്യം പറ. അതെ, ഇന്നെൻ്റെ ക്ലാസ്സിലൊരു പെൺകൊച്ചെ എന്നെ പ്രപ്പോസ് ചെയ്തടി. ഹലോ അഞ്ജു. നീ ഇനി ഒന്നും പറയണ്ടായിരുന്നാ. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഇഷ്ടാന്ന് പറയോ ഇഷ്ടല്ലാന്ന് പറയോ എന്താന്ന് വെച്ചാ കാണിച്ചു. എന്നെ വിളിക്കണ്ട. എടി പെണ്ണ്, എനിക്കൊന്നും കേക്കണ്ട. അല്ലെങ്കിൽ എല്ലാം പിള്ളേര് കണക്കാം. എന്തിനാ എന്നെ വിളിച്ചോണ്ടിരിക്കണേ? പോയി അവളെ വിളിച്ച് സംസാരിക്ക്. അല്ലേലും ഞാൻ നിന്റെ ആരും അല്ലല്ലോ. എടി ഏപ്രിൽ ഫൂളാടി. വെച്ചിട്ട് പൊക്കോട്ടോ. ഇവിടെ മനുഷ്യന് ചങ്കെത്തിപ്പോയി. എന്നെ കരയിപ്പിച്ചപ്പോ സമാധാനമല്ലേ? അതിന് ഞാൻ അറിഞ്ഞു ഇത്രയും വലിയ പൊട്ടിയാന്ന്. പൊട്ടി വേണ്ട, എനിക്ക് വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഹലോ ഹലോ, ഇത് അഞ്ജനയല്ലേ? സിറയുടെ ഫ്രണ്ട്.
അതേലോ, ഇതാരാത്? എന്നെ മനസ്സിലായില്ലേ? ഞാനാ കല്യാൺ. അന്ന് ഞാൻ മെസ്സേജ് ചെയ്യില്ലായിരുന്നു. ആ മനസ്സിലായി, സെറയുടെ ബോയ് ഫ്രണ്ട്. ആ എന്താ ബ്രോ, എന്താ വിളിച്ചേ? അഞ്ജു, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാവോ? അവളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്കാവോ? ആണോ, ഞാൻ വിളിച്ചോക്കാം. ശരിയെന്നാ. ബ്രോ അവളെ എടുക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? വഴക്കുണ്ടാക്കിയോ? എടീ, ഇന്ന് ഏപ്രിൽ ഫോൾ അല്ലേ? അപ്പൊ ഞാൻ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി അവളോട് പറഞ്ഞു ബ്രേക്കപ്പ് എന്ന്. അപ്പത്തേനും ഫോൺ കട്ടാക്കിയിട്ട് ഇനി വിളിക്കണ്ട എന്നും പറഞ്ഞു പോയടി അവള്. ആ ബെസ്റ്റ്. ഇനി നമ്മൾ വിളിച്ചൊന്നും എടുക്കൂല. ഞാൻ അവനെ കൊണ്ടൊന്ന് വിളിപ്പിച്ചു നോക്കട്ടെ. ആരെയും കൊണ്ട്? ഹലോ സാറേ, ഇത് ഞാനാ അനന്തൻ. എടി ഇന്ന് ഏപ്രിൽ ഫൂളാടി. അവൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ബ്രേക്കപ്പ് എന്ന്. ആ ചേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അവനെ വിളിച്ചോളാം. അതുവരെ കുറച്ച് ടെൻഷൻ അടിച്ചവിടെ ഇരിക്കട്ടെ എന്നേ. ഹലോ അനന്ത, എന്തായി? ആ കല്യാൺ, അവള് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചോളാന്ന് പറഞ്ഞു. താങ്ക് യു മച്ചാ. എടി വാവേ, എനിക്ക് അവനെ മിസ് ചെയ്യുന്നടി. ഞാൻ എന്ത് ചെയ്യും? പാറാടി എന്തെങ്കിലും പറ. അങ്ങനെ നിനക്ക് എന്ത് പറഞ്ഞ് മനസ്സിലാവാനാ? ഓ, ഇവളെന്താ വരാത്തെ? മച്ചാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാന്ന് തോന്നുന്നു. പിന്നല്ലാതെയാ. എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, അവിടെ അച്ഛൻ വന്ന് വിളിച്ചോണ്ട് വരുന്നാ മതി. ആ നീ അവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടരുമ്പോൾ മാത്രം. സിറയ്ക്ക് വാ തുറന്ന ഒറ്റ പേരുള്ളൂ, അഞ്ജു. അഞ്ജു അങ്ങനെ ചെയ്തു, അഞ്ജു ഇങ്ങനെ ചെയ്തു, അഞ്ജു ഇങ്ങനെയാണ്, അഞ്ജു അങ്ങനെയാണ്. ആ അത് ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാ. ഹലോ, വന്നിട്ട് കുറെ നേരമായോ? രണ്ടുപേരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് റോഡാണ്. ഇവിടെ കിടന്ന് പ്രേമിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർ പിടിച്ചിട്ട് ഇടിക്കും. ബാ അങ്ങോട്ട് പോടി. എടി സാർ, അവന് മിണ്ടട്ടേന്ന്. നിനക്ക് എന്താ പ്രശ്നം? അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്ക്. ഓ അതൊക്കെ എനിക്കറിയാം, ഇയാൾ കൂടെ പറയണ്ട. നിന്നോട് ആരാ പറയാൻ തന്നെ? ബുദ്ധിയുള്ളവരായിരിക്കും നിന്നോട് പറയാൻ പറ്റുമോ? അപ്പൊ ഇത്ര നേരം നീ അല്ലേ എന്നോട് ഇന്ന് പറഞ്ഞോണ്ടിരുന്നെ? എന്തി അവിടെ നിന്നടഞ്ഞ്? ഈ കേറ്റം മൊത്തം അങ്ങ് കേറാറില്ല. നടന്നോ? ഈ കേറ്റോ? എന്തി സാർ മടുത്ത? എന്നെപ്പോലെ സ്റ്റാമിന വേണം, സ്റ്റാമിന. ആ അത്രയ്ക്കായോ? എന്നെ കൂടി കൊണ്ടോടാ. നിന്റെ അച്ഛൻ വരുന്നേ. ചുമ്മാ അനാവശ്യം പറഞ്ഞിട്ടല്ലോ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ആന്റിയുണ്ട്, അനീതിയും കൂടി ഉണ്ട്. നമ്മളെന്ത് ചെയ്യൂടി? നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? എന്തായാലും ഓടാൻ പറ്റില്ല, ഇവിടെ തന്നെ നിക്കാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോവാ. നീ വരുന്നുണ്ടോ? ഇല്ല. അതാരാ അത്? അതെന്റെ കസിൻ ചേച്ചി. വീട്ടിൽ ചെന്നിട്ട് ഫുഡ് എടുത്ത് കഴിക്കണം കേട്ടോ. ആവോ, മല പോലെ വന്ന് എലി പോലെ പോയി. അതെ, എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ? ദേടി അനന്തേട്ടനും ദാഹിക്കുന്നെന്ന്. വെള്ളം കൊടുക്കടി. എന്റെ കയ്യിലില്ല, ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുതരാം. അല്ല അപ്പൊ മോള് വരുന്നില്ലേ? ഓ നമ്മളങ്ങൂല്ലേ. ഞാൻ എന്തിനാ വെറുതെ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുകൊണ്ടൊക്കെ ആവുന്നേ? പോയിട്ട് വാ, പോയിട്ട് വാ. അനന്താ, നിന്നവിടെ. നിനക്ക് എന്നെ കണ്ട ഒന്നും തോന്നണോ? എനിക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൂടാ? മതിയാ? മതി മതി. എന്നാ വേഗം ചെന്നിച്ച് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വന്നേ. ദാഹിക്കുന്നെന്ന്. ഇവരെന്തെടുക്കും അവിടെ? ഒരിക്കലും വന്നോ സീനാവും. അഞ്ചൊന്നി വെള്ളം തിളപ്പിക്കുവാണോ വെള്ളം എടുക്കുവാണോ? ഒന്ന് വേഗം ആവട്ടെ. ആ നിക്ക്, ഇത് എടുക്കട്ടെ.
എൻ്റെ പൊന്നു പെണ്ണ എനിക്ക് പച്ചവളായാലും മതി. ഇത് ഇപ്പൊ തരാം. ഇവള് സമ്മതിക്കില്ല.